ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ശരിയാക്കാനുള്ള യമഹായുടെ ഒരു AV റിസീവറാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് അഴിക്കാം. സ്ക്രൂ ഒക്കെ തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രായമാകുമ്പോൾ മുട്ടിനുവേന വരുന്ന പോലെ തുരുമ്പെടുക്കുന്നത്. പിന്നെ ഈ സൈഡിലാണ്, മുകളിൽ രണ്ടെണ്ണം. ഇത് ചെറിയ സ്റ്റാർ പോലെ ഇങ്ങനെയാണ് സാധനം. എൻ്റെ കംപ്ലൈൻറ്റ് ഇവൻ ഓണായി നിൽക്കില്ല, ഇവൻ ഓഫായി പോകും. അതൊന്ന് കുത്തി കാണിച്ചേക്കാം. ഞങ്ങളൊന്ന് കുത്തി കണ്ടതാണ്, അതുകൊണ്ടാണ് പിന്നെയും കുത്തുന്ന കാര്യം ഓർക്കാത്തത്. ഓണാക്കി വിട്ടു, ഇപ്പോൾ ഓഫായി. ഓണായി. അത് ചിലപ്പോഴത് നിൽക്കും. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ഓഫായി പോകും. ചിലപ്പോൾ അരമണിക്കൂറൊക്കെ നിൽക്കുമെന്നായി സാറ് പറഞ്ഞു. പിന്നെ മണ്ടയിൽ ഇങ്ങനത്തെ പരന്ന സ്റ്റാറും സ്ക്രൂവും സൈഡിലത്തെ ഇത് കൂട്ട് സ്ക്രൂവാണ്. ഇപ്പോൾ എന്നാണ് നിൽക്കുന്നുണ്ട്. വലിയ മോട്ടർ വർക്ക് ചെയ്യുന്ന ഒച്ചപ്പാടും വെള്ളമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നാണ് നമ്മൾ അഴിച്ച് പൊക്കാൻ പോകാൻ എൻ്റെ പുറകിലത്തെ സ്ക്രൂ എടുക്കണം. പുറകിൽ ഒന്ന്, ഇവിടെ ഒന്ന്, 2-3 സ്ക്രൂ ഉണ്ട്. പുറകിഞ്ഞ് തിരിച്ചു വെച്ചു. ഓഫ് ചെയ്ത് 1 2 3 4 ഇവിടുത്തെ സ്ക്രൂ ഇല്ല. അവിടുത്തെ സ്ക്രൂ ഇല്ല. സ്ക്രൂ ഇല്ല ഉള്ളതാ. ഇതിങ്ങനെ കറങ്ങുന്ന ഇത് RF കിട്ടും, റേഡിയോ കിട്ടാൻ വേണ്ടി. റേഡിയോയുടെ ആൻറ്റിന കൊടുക്കണം. അവിടെ കണ്ടോ 2 പ്ലഗൊക്കെ വെച്ചിരിക്കുന്നത്. വേറെ ഈക്വലൈസറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതെന്ന് സപ്ലൈ AC 230 എടുക്കാൻ വേണ്ടിയിട്ട് 2 പോർട്ട് അവർ കൊടുത്തിരിക്കുന്ന റാക്കായിട്ട് ഉപയോഗിക്കുമ്പോഴേ ഇതിൻ്റെ മണ്ടയിലോട്ട് 1-2 സെറ്റൊക്കെ വെക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈയുടെയാണ്. മറ്റേത് സ്പീക്കർ ഔട്ടാണ്, മറ്റേത് ഇൻപുട്ടുകളാണ്. SPDO ഇൻപുട്ട് തന്നെ കണ്ടോ, എത്ര SPDO ഇൻപുട്ടാണ് എൻ്റെ അമ്മൂ. 1 2 3 4 5 6 7 SPDO ഇൻപുട്ട്. ഒപ്റ്റിക്കലിൻ്റെ 1 2 3 4 5 എണ്ണം. പിന്നെ AM ആൻറ്റിന, ഫോണ്, CD, ടേപ്പ്. അത് വേണ്ട, അതഴിക്കണ്ട. ഇതഴിച്ചാൽ ഇത് ഒറ്റ അഴിച്ചാൽ മേളിലേക്ക് പൊക്കിയാൽ മതി. അത്ര മതി. മേളിലേക്ക് പൊക്കും. ട്രൈക്കൊന്നായി ചാടി ഇച്ചിരി ഗ്യാപ്പിട്ടാണ് പോയി. ഇത്തിരി അയ്യോ, ഇതിനകത്ത് എന്നതൊക്കെയാ എൻ്റെ പൊന്നെ. ഇത് വാക്കിംഗ് ക്ലീനർ എടുക്കണം കേട്ടോ. ഫാൻ നിർത്തിയേക്കാം. വാക്കിംഗ് ക്ലീനർ എടുത്ത് പൊടിയെല്ലാം വലിക്കണം. എങ്കിൽ മാത്രമേ ഇതിനകത്ത് എന്തെല്ലോ കുത്തലോ, ഇത് തടി കുത്തി വീണാന്ന് തോന്നുന്നു കേട്ടോ. ഇത് റിപ്പയർ ചെയ്തെടുപ്പൊരു ഇതിനെ പഴക്കം കൊണ്ട് വന്നിരിക്കുന്ന പ്രശ്നമാണിത്. അതാണ് വിഷയം. അതാ അഴിച്ചു വെച്ചാണ്. ചവിട്ടിക്കോ അപ്പുറത്തെ.
തടിപ്പൊടി ഇരിക്കുന്നതല്ല ആ ഇസിയെ കൂടെ എല്ലാം ഇരിക്കുന്നു. ആ തണുപ്പിന് മരമില്ല. ഇതുണ്ട് ഇവിടെ മുഴുവൻ ഇങ്ങനെ ബാക്കി മാറ്റിക്കും. എന്ത് ചെയ്യുവാണ്? ഞാനൊരു എൻ്റെ ഒരു അതായത് ഇവിടെ ഭയങ്കര ഒച്ചപ്പാടാണ്. ഈ മറ്റേ ഇവിടെ ഒരു ഫാനുണ്ട്, അവൻ ഭയങ്കര ലോഡ് എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അതിൻ്റെ ബയറിങ്ങിൽ ഞാൻ ഇച്ചിരി WD-40 ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഒരിച്ചിരി പച്ചക്കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നു. നല്ല സ്പീഡുള്ള ഫാനാണ്, ഇപ്പം കിടക്കാച്ചി ഫാനാണ് ഇല്ലേ? പച്ചക്കുറവില്ലേ? ആ കുറവുണ്ട്. നിങ്ങളൊരു പൊടിക്കൂടെ ഒഴിച്ചിട്ടേക്കാം. ഫോണായി നിൽക്കുന്നുണ്ട്. 2 സ്പീക്കറും എടുത്താൽ പാട്ട് കേൾക്കാം. വലിയ AVR-ആ. നമ്മുടെ സ്പീക്കർ കത്തിപ്പോവോ മക്കളെ? ഓഡിയോ താത്തു വെക്കാം. സ്പീക്കർ സെൻറ്റർ AB മെയിൻ സ്പീക്കർ റയർ റൈറ്റ് AB. സോണിയിൽ കയറി കൊടുക്കാതെ ലോക്കൽ വല്ലതും കൊടുത്താലോ? ലോഡിയും കുറച്ച് കൊടുത്താൽ മതി.
എൻ്റെ മോഡൽ നമ്പർ കണ്ടോ, RXV 995, യമഹ കോർപ്പറേഷൻ. പക്ഷേ ഇവിടെ മലേഷ്യ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുക. മെയ്ഡ് ഇൻ മലേഷ്യ എന്ന് എഴുതി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആയിരിക്കും ചൈന ആയിരിക്കും, സ്റ്റിക്കർ ഒട്ടിക്കേണ്ട കാര്യമില്ല. അതെ 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 അതെ, ബാക്കിയെല്ലാം പ്രിന്റ് എഴുതിയിട്ട്. ഇത് ഞാൻ സ്ട്രിപ്പർ ഞാൻ ടോർച്ച് ഞാൻ കട്ട് ചെയ്തോ, വീഡിയോ കട്ട് ചെയ്തു. പുറകെ കാണാൻ നല്ല ശേല, ചുമല, മഞ്ഞ, വെള്ള, ചുമല, മഞ്ഞ. വീഡിയോ ഓക്സ്, ഇത് മുഴുവൻ വീഡിയോ ലെഫ്റ്റ് റൈറ്റ്, വീഡിയോ പ്രോഗ്രാംസ്, സോഴ്സ് CD, ഇതിൻ്റെ ശരിക്കും വരുന്ന ഇത് ഇച്ചിരി വലിപ്പമുള്ളതാണേ. നമ്മുടെ വയറ് ഇച്ചിരി ഉപരിക്കാത്ത വയറ്, ഇങ്ങനെ വയറ് വെച്ചിട്ട് ചുറ്റിയിട്ട് മുറുക്കുക ചെയ്യുന്നത്.
അതേ വർക്ക് ചെയ്യാത്തോണ്ട് മാറി കുത്തി നോക്കുവാണോ? ഉം. CD ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ശരിക്കും ഫ്രണ്ടിലത്തെ അത് ക്ലിയർ ആക്കുവാണെങ്കിൽ ഏറ്റവും ഒന്നും നോക്കണ്ടാത്ത ഇത് ഓക്സ്, വീഡിയോ ഓക്സ്, ലെഫ്റ്റ് റൈറ്റ്. അത് ഏറ്റവും ഫ്രണ്ടിലത്തെ, അതിന് ഡയറക്റ്റ് കട്ടയുണ്ട്. വോളിയം കുറച്ച് വെച്ചേക്കാണ്. ഏതാ വോളിയം? നീ ചിരിച്ച ചെമ്പകമേ. ഹലോ, TV കൊണ്ടോ? ഓ, ശരി. എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർത്തിക്കും. ഒത്തിരി ഇതായി പഴക്കവേ. ഇതിൻ്റെ മണ്ടയിൽ അവരെ ഗില്ല് കൊടുത്തിരിക്കുന്നത് ശരിക്കും ചൂട് പോകാൻ. പക്ഷേ അതിലെ സാധനങ്ങളെല്ലാം വീണ് ഇത് മൊത്തം അഴിച്ചിറക്കി ഇതിനകത്ത് വന്നിരിക്കുന്നുണ്ടോ? വേസ്റ്റ് ഇഷ്ടം പോലെ അകത്തായി. വേസ്റ്റായി മൊത്തം. എല്ലാം ഒന്ന് അഴിച്ച് സോൾഡർ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് എടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. മൊത്തം പൊടിയും മണ്ണുമാണ്. മണ്ണുമാണ്. കൂടുതൽ പരിപാടിക്ക് പോയാൽ ചിലപ്പം ഉള്ളതും കൂടി ഇരുന്നോ.
കൊള്ളാൻ മതി. ഓണാകിയല്ലായിരുന്നല്ലോ, ഓണായി പാട്ട് പാടാറായില്ലേ. ഇതിപ്പോൾ തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് നേരം എല്ലാം വർക്ക് ചെയ്യിച്ചെല്ലാം നല്ലപോലെ ചെക്ക് ചെയ്തെല്ലാം നോക്കിയിട്ട് വേണം. ശരിക്കും ഇതിൻ്റെ ബോർഡ് അഴിച്ച് എടുക്കണം. ഇതിൻ്റെ തീർത്തിട്ട് ക്ലീൻ ചെയ്യണം, മൊത്തം അഴിച്ച് എല്ലാ സാധനവും ഇറക്കി ക്ലീൻ ചെയ്യണം. നല്ല സമയമുള്ളപ്പോഴേ ശരിയാവുള്ളൂ, എന്നിട്ട് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ തൽക്കാലം പാക്ക് ചെയ്ത് വെക്കുവാണേ. അല്ലെങ്കിൽ നമ്മുടെ ബാക്കി പണിയെല്ലാം പെൻഡിങ് ആവും. ബാക്കി ആൾക്കാരെല്ലാം നമ്മളെ ചീത്ത പറയും. ഓക്കെ, സ്ക്രൂ വേണമെങ്കിൽ ഇട്ടോ. സ്പീക്കർ ഊരിയെടുക്കണം. സ്ക്രൂ അല്ല, ഇവിടെ ഇരുന്ന സ്ക്രൂ മാത്രം അത് നോക്കിയാൽ മതി, ബാക്കിയെല്ലാം കിട്ടും. ഇനി കസ്റ്റമറുമായിട്ട് സംസാരിക്കണം. നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒപ്പിട്ട് മേടിക്കില്ലേ എന്ന് പറഞ്ഞാൽ മേടിച്ചിട്ട് വേണം ഇനി അഴിച്ചിറക്കാൻ. ഇനി എന്തേലും കാരണവശാൽ അത് അഴിച്ചെല്ലാം സെറ്റ്, കാരണം ദ്രവിച്ചിരിക്കുന്ന സാധനങ്ങളാണല്ലോ, മുഴുവൻ തുരുമ്പെടുത്തിരിക്കുക. അപ്പോൾ അതെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്ത് പുതിയ ലെഡെല്ലാം ഇട്ട് അവനെ ശരിയാക്കി എടുക്കുമ്പോൾ അവനിനി വർക്ക് ചെയ്യാതെ എങ്ങാനും മുടിയാനായിട്ട് നമ്മുടെ കഷ്ടകാലത്തിന് ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമായില്ലേ. അതുകൊണ്ട് പുള്ളിയായിട്ട് സംസാരിച്ചിട്ട് പുള്ളിയുടെ കൺസെൻറ്റോട് വേണം ഇനി ബാക്കി പരിപാടികളിലേക്ക് പോകാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൽക്കാലം നമ്മളെ സ്ക്രൂ എല്ലാം ഫുൾ ഇട്ട് വെച്ചേക്കും. കാരണം അല്ലെങ്കിൽ പിന്നെ ഇടാൻ നേരത്തെ ഒരിക്കലും സ്ക്രൂ കാണുകയില്ല. ഒന്നുകൂടെ അഴിക്കുന്ന ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ, ആ ബുദ്ധിമുട്ട് നമ്മളങ്ങ് സഹിക്കുക. അതുകൊണ്ട് സ്ക്രൂ എല്ലാം ഇട്ട് സെറ്റാക്കി നമ്മൾ ആ സെറ്റ് തൽക്കാലം മാറ്റി വെക്കുകയാണ്. ഇനി അതിന് ശേഷം നമ്മൾ അടുത്ത ആളുടെ അടുത്തേക്ക് അടുത്ത വർക്കിന് കയറുകയാണ്. അപ്പോൾ അടുത്ത വർക്ക് ഉടൻ തന്നെ കാണാം.